ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയും മീരയും കഥകളൊക്കെ പറഞ്ഞ് നടന്നു വരുന്ന സമയത്താണ് ദാസ് ഇവരെ ഈ പരുന്ത് കോഴിക്കുഞ്ഞിൻ്റെ ചുറ്റുവിട്ട് കറങ്ങുന്നെന്ന് പറഞ്ഞതുപോലെ വട്ടമിട്ട് കറങ്ങി വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത്. രണ്ടുപേരും എന്നെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡ് ഇല്ലാത്തതെന്ന് ദാസ് ചോദിക്കുമ്പോൾ, വഴിയിലൂടെ കുരച്ചോണ്ട് നടക്കുന്ന തെരുവ് നായ്ക്കളുടെ നേരെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല എന്ന് ഈ മീര പറഞ്ഞു. അപ്പോൾ മുൻപ് നീ എങ്ങനെയായിരുന്നു? ഈ തെരുവ് നായ്ക്കളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നോ എന്ന് ചോദിച്ചു കേട്ടോ. അല്ല, ഞങ്ങളെ നല്ല ഏറ് വെച്ച് കൊടുക്കുകയോ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീര വലിയ ഡയലോഗൊക്കെ ഇറക്കുക ദാസിൻ്റെ മുന്നിൽ. ആ സമയത്ത് ഞാൻ നിന്നെ കാണാനല്ലല്ലോ വന്നത്, ഞാൻ എൻ്റെ കല്യാണിക്കുട്ടിയെ കാണാൻ വന്നതല്ലേന്ന് ദാസ് പറയുമ്പോൾ, ആരാണോ തൻ്റെ കല്യാണി? താൻ ചുമ്മാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ, പ്രശ്നം ഉണ്ടാക്കാനായിരുന്നെങ്കിലേ എനിക്ക് അത് നേരത്തെ തന്നെ ആകാമായിരുന്നില്ലേ? ഓർമ്മയില്ലേ നിനക്ക്? അന്ന് പാർലറിൽ നിന്റെ ഭർത്താവ് വന്ന ദിവസം ഞാൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ദേ ഒന്നും മിണ്ടാതെ ഒരു ജെന്റിൽമാനായി അവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ? സ്മരണ വേണം കല്യാണി, സ്മരണ വേണം എന്നൊക്കെ ഈ ദാസ് പറയാം. ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ശ്രുതി നേരം ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനേ ഒരു കല്യാണം കഴിക്കാനായിട്ട് പോകുക. അപ്പോൾ എനിക്കതിന് കുറച്ച് കാശിൻ്റെ ചിലവുണ്ട്. അതൊന്നും വേണ്ടെന്നേ, 1,00,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കല്യാണി ഞെട്ടി. ബാക്കി ഞാൻ വേറെയൊക്കെ സംഘടിപ്പിച്ചോളാമെന്ന് പറയുമ്പം, അല്ല ഇവളെന്തിനാണോ വെറുതെ നിനക്ക് കാശ് തരുന്നതെന്ന് ചോദിച്ചു മീര. ദേ ഇതാണ് കുഴപ്പം. എനിക്ക് കാശ് തരുന്നത് വെറുതെ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്നാലേ വെറുതെ തരണ്ട, തിരിച്ച് ഞാനൊരു ഉപകാരം അങ്ങ് ചെയ്തേക്കാം. ഇവരുടെ ഭർത്താവിനെ പോയി കണ്ട് ശ്രുതി എന്നുള്ള പേരിൽ അയാൾ വിവാഹം കഴിച്ച് കൂടെ താമസിക്കുന്ന കല്യാണി എന്ന യുവതി ആദ്യം ഒരു വിവാഹം കഴിച്ചതാണെന്നും അതിലെ ഒരു കുട്ടിയുണ്ടെന്നും പിന്നെ അതൊക്കെ മറച്ചു പിടിച്ചാണ് തന്നെ വിവാഹം ചെയ്തതെന്നും പറയാതിരിക്കാം. എന്താ അത് മതിയോന്ന് ചോദിച്ചു. നോട്ട് ദ പോയിന്റ്, പറയാതിരിക്കാം. എന്താ ഇപ്പൊ എനിക്ക് കാശ് തരുന്നത് വെറുതെ ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ദാസ് ഇവരോട് ചോദിക്കുമ്പം ശ്രുതി, ദാസ് എൻ്റെ കയ്യിൽ ഇത്രയും കാശൊന്നും തരാനില്ല, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല, ഞാനായിട്ട് ഉപദ്രവിക്കുന്നൊന്നും ഇല്ല എന്നും പറഞ്ഞ് ദാസ് അവിടെ നിന്ന് പോകുക കേട്ടോ. ദേ നാളെ ഞാൻ പാർലറിൽ വരും, ഞാൻ ചോദിച്ച തുക കിട്ടിയാൽ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമല്ലോ അല്ലേ എന്നും പറഞ്ഞ് ദാസ് എന്നാൽ യാത്രയും പറഞ്ഞു അങ്ങ് പോയി. ദാസ് പോയി കഴിഞ്ഞപ്പോൾ, ശോ ഇതെന്താടി നിനക്ക് മാത്രം ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ വള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മീര ചോദിക്കാം. തലയിലെഴുത്ത്, അല്ലാണ്ട് എന്ത് പറയാനാ? ഇനിയിപ്പോൾ എന്താടി പ്ലാൻ എന്ന് മീര ചോദിക്കുമ്പം, എന്തെങ്കിലും പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ വാങ്ങി ഇയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തിന്? എടി ഇത് വെറുതെ പണിയാകും എന്ന് പറയുമ്പോൾ, എൻ്റെ മുന്നിൽ വേറെ എന്ത് വഴിയാ ഉള്ളതെന്ന് ചോദിച്ചു. കയ്യിൽ കിട്ടി ഈ ജീവിതം തട്ടിക്കളയാൻ എനിക്ക് മനസ്സില്ല എന്ന് ശ്രുതി അന്നേരം മീരയോട് പറയാം. ഈ പണം കൊടുക്കുന്നതോടെ ഇയാളുടെ ശല്യം തീരുമെങ്കിൽ അതങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞു. ഇവൻ വീണ്ടും ശല്യം ചെയ്താൽ എന്ത് ചെയ്യും? എല്ലാം ശരിയാകും മീര, നീ ധൈര്യമായിട്ടിരിക്കും. എൻ്റെ പാസ്റ്റ് അറിഞ്ഞാലും ഞാൻ ഉപേക്ഷിച്ച് പോകാത്ത രീതിയിൽ ഞാൻ ശ്രുതിയെ സ്നേഹിക്കുമെന്നുള്ള കാര്യം ശ്രുതി പറയുക. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ശ്രുതിയുടെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ ശ്രുതിക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടില്ലല്ലോ. എന്തായാലും ശ്രുതിയുടെ കയ്യിൽ നിന്ന് 1,00,000 അടിച്ചു മാറ്റാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ശ്രുതി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ശ്രുതി പതുക്കെ വീട്ടിലേക്ക് ചെന്നു. ശ്രുതി അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം, ശ്രുതി നോക്കിക്ക്, ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ പഠിക്കായിരുന്നു, നല്ല പ്രോഫിറ്റാ, നമുക്ക് ഈ മൊത്തം പൈസയും അതിൽ കൊണ്ടുപോയി ഇട്ടാലോ എന്നിങ്ങനെ അതേ ശ്രുതി പറയുമ്പോൾ, ശ്രുതിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. അല്ല ഇങ്ങനെയൊക്കെയല്ലേ ഓരോ നമ്മൾ പഠിക്കുന്നേ, ഇങ്ങനെയൊക്കെയാ ഓരോരുത്തർ പാപ്പരാകുന്നതെന്ന് നേരം പറഞ്ഞു നമ്മുടെ ശ്രുതി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് വേണം നമ്മൾ പണം ഉണ്ടാക്കാൻ, അല്ലാതെ അറിയാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് ഉള്ളത് കൂടി കളയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നോക്കിയാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല ശ്രുതി. പിന്നെ ഒരു സിമ്പിൾ പരിപാടിയുണ്ട്. എന്ത്? നമുക്ക് പണം പലിശയ്ക്ക് കൊടുത്താലോ എന്ന് ചോദിച്ചു. അതാകുമ്പോൾ കാശും കൊടുത്തിട്ട് നമ്മൾ ഒരിടത്ത് ചുമ്മാ അങ്ങ് ഇരുന്നാൽ മതി, മാസം പലിശ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പലിശയ്ക്ക് കടം വാങ്ങിച്ചവർ തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യും എൻ്റെ ശ്രുതി? അങ്ങനെയൊക്കെ ചെയ്യും. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും ശ്രുതി കയറി നിൽക്കണ്ടെന്ന് പറഞ്ഞു. വേറെ ഒന്നും അല്ല ശ്രുതി, ഇത്രയും പണമൊക്കെ കയ്യിൽ കിട്ടിയിട്ടും ഒന്നും ചെയ്യാതിരിക്കാനേ പറ്റുന്നില്ല, മനസ്സിനൊരു അസ്വസ്ഥതയാണെന്ന് ഇങ്ങനെ ശ്രുതി പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി നിന്ന് ആലോചിക്കുക. ഒരു കാര്യം ഞാൻ പറയാം ശ്രുതി. അപ്പോൾ ശ്രുതി ഒന്ന് ആലോചിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പം, അല്ല ശ്രുതി പറഞ്ഞതിനെപ്പറ്റി ഞാൻ ആലോചിക്കായിരുന്നേ. പലിശയ്ക്ക് കൊടുക്കുന്നത് ഒരു നല്ല പരിപാടിയാണ്, പക്ഷേ നല്ല കസ്റ്റമറെ കിട്ടണമെന്ന് ശ്രുതി പറയുക കേട്ടോ. പിന്നെ ഈ ബിസിനസ്സിൽ ശ്രുതിക്ക് മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ കച്ചവടം ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നീയോ? എനിക്ക് ശ്രുതി 1,00,000 രൂപ ഇങ്ങ് തരാൻ പറഞ്ഞു. ശ്രുതി 1,00,000 രൂപയോ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി
അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അല്ല, ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചല്ല കേട്ടോ, എൻ്റെ പണം എന്ന് പറയുമ്പം നിൻ്റെയും കൂടിയാണല്ലോ. അല്ല, എന്തിനാ നിനക്ക് ഇത്രയും കാശെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം അത് പിന്നെ വണ്ടിയുടെ EMI, ചില്ലറ കടങ്ങൾ, പിന്നെ ഒരു പേഴ്സണൽ ലോണ്, ഇതൊക്കെ എനിക്കുള്ള കാര്യം ശ്രുതിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാനെന്തിനാ വെറുതെ ബാങ്കുകാർക്ക് പലിശ കൊടുക്കുന്നേ? ആ 2% പലിശ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്താൽ പോരെ എന്ന് ശ്രുതി ചോദിച്ചപ്പം മതി, അത് നല്ല ഐഡിയ, പക്ഷെ അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഇപ്പം കാണിച്ചു തരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോയി ഫോൺ എടുക്കുന്നു. അങ്ങനെ പൈസ എടുത്ത് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു. അങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായോന്ന് ചോദിച്ചു. മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ കാശ് കിട്ടിയില്ലെന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുക്കൽ വാങ്ങലൊക്കെ അത് കഴിഞ്ഞു. ഒറ്റയടിക്ക് 2000 ശ്രുതിക്ക് ലാഭം കിട്ടിയല്ലോ. ഇഷോ, കൊള്ളാലോ എന്ന് പറഞ്ഞിങ്ങനെ ശ്രുതി പറയുമ്പോൾ കൊള്ളാം, ഇതുപോലെ അഡ്വാൻസ് പൈസ കിട്ടുന്ന കുറച്ച് ആൾക്കാരെ കൂടി തപ്പണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ, അല്ല എൻ്റെ ഈ ബിസിനസ്സൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്താൽ പോരെ, തൽക്കാലം കാശും വെച്ച് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു വിഷമം മാറിയില്ലേന്ന് ചോദിച്ചു. അത് മാറി. ഐശ്വര്യമായിട്ട് ആദ്യത്തെ കച്ചവടവും ചെയ്തില്ലേ? ചെയ്തു. ഇനി ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ശ്രുതി കുപ്പിയിലാക്കി പൈസയും കൊണ്ട് പോവുക. കെട്ടികളെ കെട്ടിപ്പിടിച്ച് ഈ പരിപാടി ഏതായാലും കൊള്ളാമല്ലേ ശ്രുതി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അത് ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് അങ്ങ് നിൽക്കുകയാണ് ശ്രുതി. എന്നിട്ട് ദീർഘശ്വാസം വിടുവോ, ദൈവമേ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇങ്ങനെ കൂട്ടുകാരും ഒത്തിരുന്ന് ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. അത് സച്ചി കഴിക്കുന്നില്ല, കൂട്ടുകാരാണ് കഴിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തതിന് പറ്റിയുള്ള ചർച്ചയിലാണ് ഇവർ. അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു സച്ചിയോട്. സച്ചിയെ പറ്റി മഹാരാജാവാകൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. ഞാൻ മഹാരാജാവാകാനോ? ഒന്ന് പോ ചേട്ടാന്നും പറഞ്ഞു നമ്മുടെ സച്ചി. എന്നിട്ട് ആ ചേട്ടന് കുറച്ച് പൈസ എടുത്തു കൊടുത്തു. അപ്പോൾ ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ സച്ചി അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ പൈസ കൊടുത്തിട്ട് സ്വാമി വിട്ടോളാൻ പറഞ്ഞു. കാണുന്ന സിനിമയുടെ ക്ലൈമാക്സ് നേരത്തെ അറിഞ്ഞാൽ സിനിമ കാണാനൊരു രസം ഉണ്ടാവുമോ, അതുപോലെ തന്നെയാണെന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ സച്ചി. എനിക്കിതിലൊന്നും വിശ്വാസമില്ല സ്വാമി എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, സ്വാമി എന്താ പറയുന്നത് നോക്കാം, ഞാൻ കൈ ഒന്ന് കാണിച്ചതെന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞു. കാണിച്ചു കൊടുക്കടാ. അപ്പോൾ സ്വാമി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വാമി അവിടെ വിളിച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ കൈ നീട്ടാൻ പറഞ്ഞു. സച്ചി കൈ നീട്ടെന്ന് പറഞ്ഞ് കുറേ നിർബന്ധിച്ചിട്ടാണ് കൈ നീട്ടിയത്. കൈ നീട്ടി അദ്ദേഹം ഇങ്ങനെ സച്ചിയുടെ കൈ രേഖയിൽ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുക കേട്ടോ. സച്ചിയുടെ ഭാവി അറിയാൻ വേണ്ടി മഹേഷിനും അതുപോലെ ബൈജുവിനുമാണ് ആകാംക്ഷ കൂടുതൽ. അദ്ദേഹം ഇങ്ങനെ രേഖയെല്ലാം നോക്കി വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സച്ചി ഇങ്ങനെ ഇദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ധനരേഖയും ആയുസ് രേഖയും തെളിഞ്ഞു കാണുന്നുണ്ടെന്നും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം സച്ചിയോട് പറഞ്ഞു. അപ്പോൾ മഹേഷൊക്കെ എന്ന് പറഞ്ഞിരിക്കാം. നിങ്ങൾ താലി കെട്ടിയ പെണ്ണ് അവൾ കൂടെ ഉള്ളിടത്തോളം കാലം ഒന്നിനും ഒരു കുറവും നിങ്ങൾക്കുണ്ടാവില്ല എന്നും സൗഭാഗ്യം നിറഞ്ഞതായിരിക്കും നിന്റെ ജീവിതം എന്ന് പറഞ്ഞു. ഒരു ദേവതയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതിയെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ എന്ന് ബൈജു ഇങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെ അവൾ കേട്ടാലേ നിലത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞു സച്ചി. സ്വാമി പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഇങ്ങനെ കൈ പരിശോധിച്ചിട്ട് നീ ആഗ്രഹിച്ചതെല്ലാം നിന്റെ കൈക്കൊമ്പിളിൽ വരിക തന്നെ ചെയ്യുമെന്നും എന്നാൽ നിന്റെ ശത്രു നിന്റെ വായാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോഴത്തേക്കും മഹേഷൊക്കെ ഇരുന്ന് ചിരിക്കും കേട്ടോ. വാവൊത്തി പിടിച്ച് ചിരിച്ചിട്ട് ശരിയാണ് സ്വാമി എന്ന് പറഞ്ഞു. എടാ വേണ്ട എന്ന് സച്ചി. വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറയുക. മുന്നും പിന്നും നോക്കാതെ സംസാരിക്കരുത്, സംസാരം നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ നിനക്കത്ര നല്ലതല്ല എന്നും ആ സ്വാമി പറഞ്ഞു. ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വരുമെന്നും നാട് മുഴുവനും നിന്നെ കുറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിഹസിക്കും, ശത്രുക്കൾ നിന്റെ പിറകെ തന്നെയുണ്ടെന്നും അദ്ദേഹം പറയാം. നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒരു ഇഷ്ടക്കേടാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആലോചിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും, വിഷമിക്കേണ്ടതായിട്ടും വരുമെന്നുള്ള കാര്യം അദ്ദേഹം പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ മഹേഷിനെ നോക്കുക എന്ന് പറഞ്ഞ് ഇവർ ഇരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ സ്വാമി, ഇതാണോ ഭാവി പ്രവചനം? എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ദിവസങ്ങളില്ല. നിഴല് പോലെ എൻ്റെ കൂടെ ഓരോരോ പ്രശ്നങ്ങൾ എന്നും ഉണ്ടെന്നേ. ഇത് പറയാനേ എൻ്റെ കൈ നോക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്നും സച്ചി ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഈ കാശ് വെച്ചോളാൻ പറഞ്ഞ കയ്യിൽ കാശും കൊടുത്തിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായല്ലോ. ആരും ഇതുവരെ ഒരു ഓട്ടം പോലും വിളിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രശ്നം ഉണ്ടാകുമെന്ന് സ്വാമി പറഞ്ഞില്ലേടാ. നീ ഒരു കാര്യം ചെയ്യാം, വേറെ എവിടെയും പോവണ്ട, വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു ബൈജു. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേടാ. ഉറങ്ങുമ്പോൾ ഫാൻ പൊട്ടി തലയിൽ വീണാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവരൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോന്നിങ്ങനെ പറയുന്നതാ, നിങ്ങളല്ലാതെ ഇതൊക്കെ വിശ്വസിക്കുമോ? മണ്ടന്മാരെന്ന് സച്ചി.
എടാ ചില സമയങ്ങളിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് പറയുന്ന മഹേഷിനോട് ഇതൊക്കെ നിന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞു സച്ചി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം സച്ചിയുടെ ഫോണിലേക്ക് കോള് വന്നു. എൻ്റെ ഫ്രണ്ട് അനൂപ വിളിക്കുന്നേ. എടാ അന്ന് 500 മാലയുടെ ഓർഡർ പിടിച്ചു തന്നില്ലേടാ അവൻ. ഇനി ഓർഡർ വല്ലതും തരാനായിരിക്കും അവൻ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി വിചാരിച്ചു. എടാ അനൂപേ. അപ്പോൾ എടാ സച്ചി, നീ ഇതെവിടെയാ ഉള്ളത്? ഞാൻ ടാക്സി സ്റ്റാൻഡിലുള്ള റെസ്റ്റോറൻറ്റിലുണ്ടടാ. എന്താടാ കാര്യം? അപ്പം നീ ഒന്ന് പാർട്ടി ഓഫീസ് വരെ വരാവോ? ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ വരാവിടാ. ഓക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി അവിടെ നിന്ന് പോവുക. ഇപ്പം സച്ചി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ വഴിയരികിൽ കടയിലിരുന്ന് പൂ കെട്ടുന്നു. ഈ സമയത്ത് നമ്മുടെ ദേവു അമ്മയ്ക്ക് കഴിക്കാൻ ഫുഡുമായിട്ട് വന്നു. ഇപ്പോൾ ഫുഡ് അമ്മയ്ക്ക് വേണ്ടെന്ന് പറയുമ്പോൾ കഴിച്ചേ പറ്റുള്ളൂ എന്ന് മോള്. നല്ല പനിയുണ്ട് അമ്മയ്ക്ക്. അമ്മ ഇന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടതിരുന്നത് പോലും ഇല്ല, പറഞ്ഞാലൊന്നും അമ്മ കേൾക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട കുറേ ഓർഡർ ഉണ്ടെന്ന് അമ്മ പറയുമ്പോൾ, എൻ്റെ അമ്മ ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നല്ലോ. കടകളിലും വീടുകളിലും ഒക്കെ പൂ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നെ ഒരു നേരമാകുമെന്നും അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്താൽ നിനക്ക് പഠിക്കാൻ എവിടെയാ സമയം മോളേന്ന് അമ്മ ചോദിക്കാം മോളോടെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നു. ഇറങ്ങി വന്നിട്ട് അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് രേവതി ചോദിച്ചു. അപ്പം നീ അതറിഞ്ഞു വന്നതാണോ എന്ന് അമ്മ മോളോട് ചോദിക്കുക. എന്തിനാ ദേവു നീ ഇവളോട് ഇതൊക്കെ പറയാൻ പോയതെന്ന് നേരം ചോദിച്ചു കേട്ടോ. അയ്യോ നല്ല ചൂടുണ്ടല്ലോ അമ്മേ, പനിയുണ്ട് അമ്മ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അത് വേണ്ട മോളെ, ഇപ്പോൾ കുറച്ച് കല്യാണ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് മോളെ, അതുകൊണ്ട് അത് പെട്ടെന്ന് തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാല കെട്ടി തരുമായിരുന്നില്ലേ അമ്മയെന്ന് രേവതി ചോദിച്ചു. അമ്മ എവിടെ ഇരിക്കാം, ഞാൻ ചെയ്തോളാം ഇതൊക്കെയെന്ന് പറഞ്ഞ് രേവതി ചെയ്യാൻ നോക്കുമ്പം അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അമ്മയും എഴുന്നേറ്റേ അമ്മ ഞാനാ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് കഞ്ഞി വേണ്ടെന്ന് ചേച്ചി അമ്മ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അമ്മ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു രേവതി. എനിക്കിപ്പോൾ വിശപ്പില്ല മോളെ, അത് ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ അമ്മ ദേഷ്യത്തോടെ പറയുമ്പോൾ നീ സ്റ്റൂളിങ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് 2 മക്കളും കൂടെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുക. പനിയുള്ളപ്പോൾ അമ്മ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്? ഓർഡർ ഉണ്ടെങ്കിൽ എന്നോടത് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു എന്ന് രേവതി അമ്മയോട് ചോദിക്കുമ്പോൾ, നീ ഇവിടെ വന്ന് ജോലി ചെയ്താലേ നിന്റെ അമ്മായിമ്മ നിന്നെ വഴക്കു പറയില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അവർക്ക് എന്നെ വഴക്കു പറയാനേ എന്തെങ്കിലും ഒരു കാരണം വേണോ? ഇവിടെ വന്ന് ജോലി ചെയ്തില്ലെങ്കിലും പതിവ് പോലെ കിട്ടാനുള്ളത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് രേവതി പറയുക. അങ്ങനെ അതും പറഞ്ഞ് രേവതി ഇങ്ങനെ കഞ്ഞി വാരി കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശരത്തും അതുപോലെ തന്നെ ആൻ്റണിയും കൂടെ വരുന്നത്. അപ്പോൾ രേവതി കഞ്ഞി വാരി കൊടുക്കുന്നു അമ്മയ്ക്ക്. ആ സമയത്ത് ആൻ്റണിയെ കണ്ടപ്പോഴേക്ക് രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കലിപ്പോടെ നോക്കിയിരിക്കുക. അപ്പോൾ ആൻ്റണി ആണെങ്കിൽ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശരത്തിനും ആകെ വയ്യാണ്ടായി. ചേച്ചി വന്നിട്ടുണ്ട്, ആൻ്റണിയേട്ടൻ വിട്ടു, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു. ആൻ്റണി അന്നേരത്തേക്ക് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴേക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പിടിച്ച് നിർത്തി. നിൽക്കടാ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുക. നീ എന്തിനാണ് ഇവനെ വിടാതെ ഇങ്ങനെ ചുറ്റി പിടിച്ചേക്കുന്നേ? ഇവനെ നിന്റെ കൂടെ കൂട്ടരുതെന്ന് പറഞ്ഞതല്ലേ ഞാനൊന്നും ചോദിച്ചുകൊണ്ട് ആൻ്റണിയോട് രേവതി വഴക്കോ പറയുമ്പോൾ, ചേച്ചി വെറുതെ എന്തിനാ ആൻ്റണി എന്നോട് ഒച്ച വയ്ക്കുന്നതെന്ന് ചോദിച്ചു ശരത്ത്. അപ്പം നീ വായടയ്ക്കടാ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് രേവതി ശരത്തിനോട് ചോദിക്കുന്നു. അങ്ങനെ രേവതി പെരുവഴിയിലിട്ട് ആൻ്റണിയെ ശരിക്കും വഴക്ക് പറയാം. അപ്പോൾ ഇവൻ കാരണം മുമ്പ് സച്ചിക്കും രേവതിക്കും ഇടയിൽ പ്രശ്നം ഉണ്ടായതെന്നും സച്ചി എല്ലാം മറന്ന് വീട്ടിൽ വരാൻ തുടങ്ങിയത് ഇപ്പോഴാണെന്നും നീ ഇവൻ്റെ കൂടെ കൂടി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ഭാവം എന്നൊക്കെയുള്ള കാര്യം ശരത്തിനോട് ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മ ചോദിച്ചു. എടാ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നീ ഇവൻ്റെ കൂടെ കൂട്ടും കൂടി കറങ്ങി നടന്നാലേ നീ ഒരിടത്തും എത്തത്തില്ല എന്ന് പറഞ്ഞു രേവതി. നീ വലിയ കുഴിയിലേക്കാണ് വീഴാൻ പോകുന്നത് പറഞ്ഞപ്പോൾ എന്തിനാ ചേച്ചി വെറുതെ ഇവനെ വഴക്ക് പറയുന്നത്? ഞാൻ കാരണം ഇവൻ ഒരു കുഴിയിലും വീഴില്ല എന്ന് പറഞ്ഞു ആൻ്റണി. ഞാൻ വീഴ്ത്തില്ല എന്നും പറഞ്ഞു. ഇവനെ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ നിന്റെ ഫ്രണ്ട് ആവാനുള്ള പ്രായമാണോടാ ഇവന്? നിനക്കെത്ര വയസ്സായടാ? നീ എൻ്റെ അനിയൻ്റെ ഭാവി നശിപ്പിക്കുകയാണോടാ എന്നൊക്കെ ആൻ്റണിയോട് രേവതി ചോദിക്കുന്നു. ഇവൻ്റെ ഉള്ളിൽ എരിഞ്ഞടങ്ങുന്ന കലിയും പകയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശരത്ത് ആൻ്റണിയുടെ കൂടെ കൂടി രേവതിയെ കുറ്റപ്പെടുത്തുന്നു. ഈ സമയത്ത് പഠിച്ചുയർന്ന നിലയിലെത്തിയാൽ മാത്രമാണ് നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നീ ഇങ്ങനെ കറങ്ങി നടന്നു, അമ്മയ്ക്ക് നല്ല പനിയുണ്ടടാ, ആ പനി വെച്ചുകൊണ്ടാണ് അമ്മ കടയിൽ വന്ന് ഓരോന്ന് ചെയ്യുന്നത്. നീ പഠിച്ച് നല്ലൊരു നിലയിലെത്തുന്നതാടാ ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടിരുന്നത്. എല്ലാം വെറുതെ ആയല്ലോടാന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ശരത്തിന് വഴക്ക് പറയുന്നു. എന്തിനാ നീ ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്നൊക്കെ രേവതി ചോദിക്കുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് ശരത്ത് ഇങ്ങനെ പറയാം. അപ്പം നീ വീട്ടിലുണ്ടെങ്കിലല്ലേ അത് അറിയത്തുള്ളൂ. ഇവൻ്റെ കൂടെ സദാ സമയം ചുറ്റി നടന്നാൽ അതൊക്കെ അറിയുമോ എന്ന് ദേവു അന്നേരം ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരത്ത് ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. ദേ ആർക്ക് വേണ്ടിയാടാ അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? നിന്നെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് എന്ന ബോധം നിനക്കുണ്ടോടാന്ന് രേവതിയോട് ചോദിച്ചു. അമ്മയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ചിന്തിക്കാതെ നീ തെമ്മാടിയുടെ കൂടി കുറഞ്ഞു നടക്കല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അവിടെ കിടന്ന് നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പക മുഴുവൻ ഇപ്പോൾ ഇവൻ കൊണ്ടുപോയി സച്ചിയോട് തീർക്കും.
എടാ പലിശയ്ക്ക് കടം കൊടുത്ത് കണ്ടവരുടെയൊക്കെ പിടിച്ചു പറിച്ച് കുടിച്ച് നടക്കുന്നവനല്ലേടാ നീ എന്തിനാ ഇവനെയും വഴിതെറ്റിക്കുന്നതെന്ന് ഈ ആന്റണിയോട് രേവതി ചോദിക്കാം. അപ്പോൾ ചേച്ചി കുടിക്കുന്നവൻ മോശക്കാരനാണെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ് മോശക്കാരനല്ലേ എന്ന് ചോദിച്ചു. സച്ചി നന്നായി കുടിക്കുന്നവനാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് നീ ഉച്ചരിച്ച് പോയേക്കരുത്. അദ്ദേഹം നീ ഒരുപോലെയാണോടാ? അദ്ദേഹം രത്നമാടാ, രത്നം. നീയോ എന്ന് രേവതി ഇങ്ങനെ ഈ ആന്റണിയോട് ചോദിക്കുന്നു. ആന്റണി അന്നേരം ശരത്തിനെ നോക്കുക കലിപ്പിച്ച്. അപ്പോൾ ഞാൻ കാരണം ഇവന് മോശമൊന്നും സംഭവിക്കില്ല ചേച്ചി. ഇവനെ എൻ്റെ ഫ്രണ്ടാ. ഞാൻ നല്ല രീതിയിൽ നോക്കും, സംരക്ഷിക്കുകയും ചെയ്യും. കുടിച്ച് ലക്ക് കേട്ട നിങ്ങളുടെ ഭർത്താവേ ഇവൻ്റെ കൈ ഒടിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ആന്റണി ഇങ്ങനെ പറയുമ്പോൾ രേവതി ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂടുതൽ ചേച്ചി സംസാരിക്കൊന്നും വേണ്ട. ചേച്ചിയുടെ ഭർത്താവിനെ വെച്ച് നോക്കുമ്പോഴേ ഞാനൊന്നൊരു കുടിയനേ അല്ല, മുഴുക്കുടിയനെ അവനാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ഇങ്ങനെ ഈ ആന്റണി പറയുന്നു. രേവതി ഭയങ്കര കലിപ്പിച്ചിങ്ങനെ ഇവനെ തന്നെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ.